നമസ്കാരം. നമ്മൾ ഇന്ന് ജലയാത്ര ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയും. ഇങ്ങനെ പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുക. PSC ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ചാപ്റ്ററിനകത്ത് രണ്ട് പാർട്ടുകളാണുള്ളത്. ഒന്ന് പ്രോബ്ലംസ് ഓൺ ട്രെയിൻ, മറ്റൊന്ന് പ്രോബ്ലംസ് ഓൺ ബോട്ട്. അപ്പോൾ പ്രോബ്ലംസ് ഓൺ ബോട്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് മറ്റ് രണ്ട് ചാപ്റ്ററുമായി താരതമ്യം ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറവാണ്. എന്നിരുന്നാൽ തന്നെയും നമ്മളിത് പഠിച്ചുകൊണ്ട് തന്നെ പോകണം. കാരണം LDC വേരിയസ് ഉൾപ്പെടെയുള്ള വിവിധ പരീക്ഷയ്ക്ക് ജലയാത്രയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു. വളരെ സിമ്പിൾ ആണ് ഈ ചോദ്യം. ടൈം ആൻഡ് ഡിസ്റ്റൻസ് ട്രെയിനൊക്കെ പഠിക്കുന്ന ആള് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ലളിതമായി ഇത് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ രണ്ട് ലോജിക്കുകൾ മാത്രം മനസ്സിലാക്കിയെടുത്താൽ മതി. ഇപ്പൊ ജലയാത്ര അല്ലെങ്കിൽ ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുമ്പോൾ ഇതിൽ ആദ്യം തരുന്നത് ഒന്ന് നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിന്റെ വേഗം തരും. ഈ നിശ്ചല ജലം എന്ന് പറഞ്ഞാൽ ഒഴുകാതെ കിടക്കുന്ന വെള്ളം. നമ്മളിപ്പോൾ കുളത്തിലെ വെള്ളം, കായലിലെ വെള്ളം, അതേപോലുള്ള സ്ഥലത്തെ ഒരു ബോട്ടിന്റെ വേഗതയോ ഒരാൾക്ക് നീന്താൻ സാധിക്കുന്ന വേഗതയായിരിക്കും തരിക. അപ്പൊ നിശ്ചല ജലത്തിൽ ഒരാളുടെ വേഗത km/h ആണെന്ന് വിചാരിക്കുക. ഒഴുക്കുവെള്ളത്തിൽ ഈ ആള് ഒരു ഒഴുക്കുവെള്ളത്തിൽ അല്ലെങ്കിൽ ഈ ബോട്ട് ഒരു ഒഴുക്കുവെള്ളത്തിൽ ഓടിക്കുന്ന കാര്യമായിരിക്കും അടുത്ത് പറയുക. ഒഴുക്കുവെള്ളത്തിന്റെ വേഗത km/h ആണെന്ന് വിചാരിക്കുക. അപ്പൊ രണ്ട് ഡേറ്റയാണ് ഇൻപുട്ട് ഡേറ്റയായിട്ട് തരിക. ഒന്നെന്താണ്, ഇതാണ് ബേസ് ആണ്, അതിനുശേഷം അത് മാറ്റി മാറ്റിയൊക്കെ തന്നോളൂ. ഒന്നെന്താണ്, നിശ്ചല ജലത്തിൽ ഒരാളുടെ വേഗതയോ ഒരു ബോട്ടിന്റെയോ വള്ളത്തിന്റെയോ കപ്പലിന്റെയോ ഒക്കെ വേഗത പറയും. എന്നിട്ട് എന്ത് ചെയ്യും, അത് ഒഴുക്കുള്ള ഒരു പുഴയിൽ കൊണ്ടുപോയപ്പോൾ അല്ലെങ്കിൽ ഒഴുക്കുള്ള ഒരു നദിയിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ വേഗത ഒഴുക്കുവെള്ളത്തിന്റെ വേഗത തരും. എന്നിട്ട് രണ്ട് കാര്യങ്ങളെ ചോദിക്കും. ഒന്ന്, ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗത ചോദിക്കും. രണ്ട്, ഒഴുക്കിന് എതിരായി വേഗത ചോദിക്കും. ഇത് രണ്ട് നമുക്കറിയാം. അനുകൂലം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുകൂലം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹായം കിട്ടുന്നു. എന്താണ് എതിര്? നമുക്ക് ഒബ്ജക്ഷൻസ് ഉണ്ട്, ശരിയല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, അനുകൂലം എന്ന വാക്ക് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ഇത് രണ്ടും കൂടെ അങ്ങ് പ്ലസ് ചെയ്യണം. അപ്പോൾ എന്ത് പറയും? A+B km/h. അപ്പോൾ ഒഴുക്കിന് എതിരെന്ന് പറഞ്ഞാലോ അവിടെ നമുക്ക് A-B km/h. ഉറപ്പല്ലേ? അപ്പോ നിശ്ചല ജലത്തിലെ വേഗത A എന്നും ഒഴുക്കുവെള്ളത്തിന്റെ വേഗത B എന്നും തന്നാൽ ഒഴുക്കിന് അനുകൂലമായുള്ള വേഗത A+B km/h ഒഴുക്കിന് എതിരായുള്ള വേഗത A-B km/h ആയിരിക്കും. നമുക്കിവിടെ ഒരു നമ്പർ കൊടുക്കാം. നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിന്റെ വേഗത 10, ഒഴുക്കുവെള്ളത്തിന്റെ വേഗത 2. അങ്ങനെയാണെങ്കിൽ ഒഴുക്കിന് അനുകൂലമായി ഈ ബോട്ടിന്റെ വേഗത 10+2 എത്രയായിരിക്കണം? 12. ഒഴുക്കിന് എതിരായിട്ടുള്ള വേഗത എന്തായിരിക്കണം? 10-2 8. ഇത്രയേ ഉള്ളൂ. നിശ്ചല ജലത്തിലെ വേഗത 10 ആണ്, ഒഴുക്കുവെള്ളത്തിന്റെ വേഗത 2 ആണെങ്കിൽ ഒഴുക്കിന് അനുകൂലമായുള്ള വേഗത എത്രയാണ്? 10+2 12. ഒഴുക്കിന് എതിരായുള്ള വേഗത എത്രയാണ്? 10-2 എത്ര കിട്ടും? 8. ഇതാണ് ഇതിലെ ബേസ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഒന്ന് ഈ ഒരു കോൺസെപ്റ്റേ ഉള്ളൂ. ഇനി ഇത് റിവേഴ്സ് ചോദിക്കും. അനുകൂലവും എതിരും തരും. എന്നാൽ ഇപ്പൊ ഇൻപുട്ട് ആര് തന്നു? നിശ്ചല ജലവും ഒഴുക്കുവെള്ളവും തന്നു. എന്നിട്ട് ആര് ചോദിച്ചു? അനുകൂലവും എതിരും ചോദിക്കും. അനുകൂലം നമ്മൾ പ്ലസ് ചെയ്യും, എതിര് നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. ഇനി അനുകൂലവും എതിരും തന്നിട്ട് നിശ്ചല ജലമോ ഒഴുക്കുവെള്ളമോ ചോദിക്കാം. അപ്പോൾ അനുകൂലമോ എതിരോ തന്നിട്ട് നിശ്ചല ജലമോ ഒഴുക്കുവെള്ളമോ ചോദിക്കാം. ഓക്കെ, അത് അടുത്ത മോഡലാ. നമുക്കിവിടെ അനുകൂലം എത്രയെന്നുണ്ട്? 12. എതിര് എത്രയെന്നുണ്ട്? 8. നമുക്ക് ഇത് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് മനസ്സിലാവും. അനുകൂലം 12 ഉണ്ട്, എതിര് 8 ഉണ്ട്. നിശ്ചല ജലം എന്ന 10 കാണണം. എന്താണ് നിശ്ചല ജലം എന്ന 10 കാണാൻ ഇതിൽ നിന്നുള്ള എളുപ്പ വഴി? ഇത് കൂട്ടിയിട്ട് പകുതി എടുത്താൽ പോരെ? 12+8 എത്ര? 12+8 20. അതിന്റെ പകുതി 10. ഓക്കെ, അപ്പോൾ അനുകൂലം എതിരും തന്ന് നിശ്ചലം ചോദിച്ചാൽ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്ത് പകുതി. ഒഴുക്കോളം ചോദിച്ചപ്പോൾ എന്തായിരിക്കും? മൈനസ് ചെയ്ത് പകുതി. 12 8 കുറച്ച് എത്ര? 4. 4ന്റെ പകുതി എത്ര? 2. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതല്ലാതെ പിന്നെ 1-2 ബേസിക് റൂൾസ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാം. എന്ത് പഠിക്കാം? നിശ്ചല ജലത്തിലെ വേഗം, നിശ്ചല ജലത്വം, ദ സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് ഇംഗ്ലീഷ് പറയും. നിശ്ചല ജലത്തിലെ വേഗം, റേറ്റ് ഓഫ് ദ സ്ട്രീം ഓർ റേറ്റ് ഓഫ് ദ കറണ്ട്, അതിനാണ് ഒഴുക്കുവെള്ളം എന്ന് പറയുക. അപ്പം നിശ്ചല ജലത്തിന്റെ വേഗവും ഒഴുക്കുവെള്ളത്തിന്റെ വേഗവും തന്നുകൊണ്ട് ഒഴുക്കിന് അനുകൂലം ചോദിച്ചാൽ എന്ത് ചെയ്യും? പ്ലസ് ചെയ്യും. ഒഴുക്കിന് എതിരെ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? അത് മൈനസ് ചെയ്യും. ഉറപ്പല്ലേ? ശരി, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം.
നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിന്റെ വേഗം 10 കിലോമീറ്ററും ഒഴുക്ക് വെള്ളത്തിന്റെ വേഗം മണിക്കൂറിൽ 4 കിലോമീറ്ററുമായാൽ ഒഴുക്കിന് അനുകൂലമായി ബോട്ടിന്റെ വേഗത. നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത 10, ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത 4. ചോദ്യം, ഒഴുക്കിന് അനുകൂലമായി ബോട്ടിന്റെ വേഗത. ഒഴുക്കിന് അനുകൂലമാകുമ്പോൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. സോ ഉത്തരം 10 + 4 ആൻസർ 14 km/h. ഒക്കെയാണ്. നിശ്ചല ജലത്തിലെ വേഗം 10, ഒഴുക്ക് വെള്ളത്തിന്റെ വേഗം 4, ഒഴുക്കിന് അനുകൂലമായുള്ള വേഗം 10 + 4 14. ഒരു പക്ഷേ ഒഴുക്കിന് എതിരായുള്ള വേഗത എന്ത് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ മൈനസ് ചെയ്യും. എങ്ങനെ മൈനസ് ചെയ്യും? നിശ്ചല ജലം മൈനസ് ഒഴുക്ക് വെള്ളം. 10 - 4 എത്ര കിട്ടിയായിരുന്നു? 6 km/h. ഉറപ്പല്ലേ? അപ്പൊ ഇവിടെ ഒരു ചോദ്യമേ ഉള്ളൂ, അനുകൂലമായി ബോട്ടിന്റെ വേഗത എന്തെന്നാണ്. അനുകൂലമായുള്ള വേഗത ആയതുകൊണ്ട് നമ്മളത് പ്ലസ് ചെയ്യുന്നു. എതിരായുള്ള വേഗത ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? മൈനസ് ചെയ്തേനെ. ഓക്കെ, അടുത്തത്, നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിന്റെ വേഗം മണിക്കൂറിൽ 7 കിലോമീറ്റർ, ഒഴുക്ക് വെള്ളത്തിന്റെ വേഗം മണിക്കൂറിൽ 3 കിലോമീറ്റർ. ഒഴുക്കിന് അനുകൂലമായി ബോട്ടിന്റെ വേഗത. നിശ്ചല ജലത്തിലെ വേഗം 7, ഒഴുക്ക് വെള്ളത്തിന്റെ വേഗം 3. ചോദ്യം, ഒഴുക്കിന് അനുകൂലമായി ബോട്ടിന്റെ വേഗത. നിശ്ചല ജലത്തിലെ വേഗവും ഒഴുക്ക് വെള്ളത്തിന്റെ വേഗവും തന്ന് ഒഴുക്കിന് അനുകൂലം ചോദിച്ചാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അവ പ്ലസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്തു? 7 + 3, 7 + 3 എത്ര കിട്ടി? 10. ഒരു പക്ഷേ ഒഴുക്കിന് എതിരായുള്ള ബോട്ടിന്റെ വേഗത ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? മൈനസ് ചെയ്തേനെ അല്ലെ? 7 കിട്ടും -3. 7 - 3 എത്രയാടോ? 4 km/h എന്ന് കിട്ടിയേനെ. അപ്പൊ ഈ ടൈപ്പ് ക്ലിയർ ആണ്. നോക്കൂ, നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിന്റെ വേഗം 15, ഒഴുക്ക് വെള്ളത്തിന്റെ വേഗം മണിക്കൂറിൽ 5, ഒഴുക്കിന് അനുകൂലമായി ബോട്ടിന്റെ വേഗം. ഇനി അവിടെ എഴുതുന്നു വേണ്ട, എഴുതാതെ അങ്ങ് ചെയ്യാൻ വേണ്ടി, അത് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ റൂള് മറക്കരുത്. നിശ്ചല ജലത്തിലെ വേഗം 15, ഒഴുക്ക് വെള്ളത്തിന്റെ വേഗം 5, ഒഴുക്കിന് അനുകൂലമായുള്ള വേഗത. അപ്പോൾ 15 + 5 എത്ര കിട്ടും? 20 km/h. നിശ്ചല ജലത്തിലെ വേഗം 15 എന്നും ഒഴുക്ക് വെള്ളത്തിന്റെ വേഗം 5 എന്നും തന്നിരിക്കുന്നു. ഒഴുക്കിന് അനുകൂലമായി ബോട്ടിന്റെ വേഗത എന്ത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പ്ലസ് ചെയ്താൽ മതി. അങ്ങനെ 15ഉം 5ഉം കൂടെ പ്ലസ് ചെയ്തു. നമ്മുടെ ഉത്തരം 20 km/h. ഓക്കെ, നോക്കൂ അടുത്ത ചോദ്യം. നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിന്റെ വേഗം മണിക്കൂറിൽ 15 കിലോമീറ്ററും ഒഴുക്ക് വെള്ളത്തിന്റെ വേഗം മണിക്കൂറിൽ 5 കിലോമീറ്ററും ആയാൽ ഒഴുക്കിന് എതിരായി നിശ്ചല ജലത്തിലെ വേഗം 15, ഒഴുക്ക് വെള്ളത്തിന്റെ വേഗം 5. ഒഴുക്കിന് എതിരായി ബോട്ടിന്റെ വേഗത എന്ത്? ഓക്കെ, ഇത് ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇതൊരു പുതിയ കോൺസെപ്റ്റ് ആണ്, മസ്റ്റായി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിശ്ചല ജലം തന്നു, ഒഴുക്ക് വെള്ളം തന്നു. അനുകൂലമായിരുന്നെങ്കിൽ നമ്മളിവ പ്ലസ് ചെയ്തേനെ. പക്ഷേ ഇവിടെ എന്താ ചോദിച്ചേ? എതിരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. 15 - 5 ആൻസർ 10 km/h. അനുകൂലമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? 15 + 5 20 km/h എന്നെഴുതിയേനെ. ഓക്കെയാണ്. നോക്കൂ, നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിന്റെ വേഗം മണിക്കൂറിൽ 8 കിലോമീറ്ററും ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗം മണിക്കൂറിൽ 2 കിലോമീറ്ററുമായാൽ ഒഴുക്കിന് എതിരായി ബോട്ടിൻ്റെ വേഗത. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എതിരായി നിശ്ചല ജലം മൈനസ് ഒഴുക്ക് വെള്ളം. 8 - 2 ഉത്തരം 6 km/h. പഠിച്ചില്ലേ? നിശ്ചല ജലത്തിലെ വേഗം തരുന്നു, ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗം തരുന്നു. എന്താ വാക്ക്? അനുകൂലമായി സഞ്ചരിക്കുന്നു പ്ലസ് ചെയ്യും, എതിരായി സഞ്ചരിക്കുന്നു മൈനസ് ചെയ്യും. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ നോക്കാം. നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിൻ്റെ വേഗം മണിക്കൂറിൽ 12, ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗം 3 ആയാൽ ഒഴുക്കിന് എതിരായി ബോട്ടിൻ്റെ വേഗത. നിശ്ചല ജലത്തിലെ വേഗം 12, ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗം 3, ഒഴുക്കിന് അനുകൂലം എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളത് പ്ലസ് ചെയ്ത് 12 + 3 എത്ര കിട്ടിയേനെ? 15. ഒഴുക്കിന് എതിരായി എന്നാണ് ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 12
12 - 3 12 - 3 എത്ര കിട്ടിയേനെ 9 km/h. ഓക്കെ, അപ്പോൾ അനുകൂലം എന്ന് ചോദിച്ചാൽ പ്ലസ്, എതിരെന്ന് ചോദിച്ചാൽ മൈനസ്. ആരത്തരും നിശ്ചലജലവും ഒഴുക്കുവെള്ളവും തരും. ആരത്തരും നിശ്ചലജലത്തിലെ വേഗവും ഒഴുക്കുവെള്ളത്തിലെ വേഗവും തരും. ഇപ്പോൾ ഇത് സെറ്റാണ്. ഓക്കെ, അടുത്തത്. ഒരാൾ ഒഴുക്കിന് അനുകൂലമായി തരുന്നത്, ഒഴുക്കിന് അനുകൂലമായി 12, ഒഴുക്കിന് എതിരായി 8. ഒഴുക്കിന് അനുകൂലമായി 12, ഒഴുക്കിനെതിരായി 8. ഇനി എന്താ ചോദ്യം? നിശ്ചല ജലത്തിൽ അയാളുടെ വേഗത. നിശ്ചല ജലം നേരത്തെ എന്തൊക്കെയാ തന്നിരുന്നേ? ഒരു നിശ്ചല ജലവും അതിനോടൊരു ഒഴുക്കുവെള്ളവും. എന്നിട്ട് അനുകൂലം ചോദിച്ചപ്പോൾ പ്ലസ്, എതിര് ചോദിച്ചപ്പോൾ മൈനസ്. അപ്പോൾ അനുകൂലം എന്ന് പറയുന്നത് രണ്ട് സംഖ്യകൾ പ്ലസ് ചെയ്യുമ്പോഴാണ് 12. രണ്ട് സംഖ്യകൾ പ്ലസ് ചെയ്യുമ്പോഴാണ് 12. രണ്ട് സംഖ്യകൾ മൈനസ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 8 കിട്ടുന്നത്. ആ രണ്ട് സംഖ്യകൾ ഏത്? രണ്ട് സംഖ്യകൾ പ്ലസ് ചെയ്യുമ്പോൾ 12, രണ്ട് സംഖ്യകൾ മൈനസ് ചെയ്യുമ്പോൾ 8. ആ രണ്ട് സംഖ്യകൾ എങ്ങനെ കാണാം? ഒന്ന്, ഇവ പ്ലസ് ചെയ്ത് പകുതി എടുത്താൽ അതിൽ വലുത് കിട്ടും, മൈനസ് ചെയ്ത് പകുതി എടുത്താൽ ചെറുത് കിട്ടും. നമ്മൾ നമ്പേഴ്സിൽ പഠിക്കുന്നതാണ്, അതേ കോൺസെപ്റ്റാണ്. ഇത് പ്ലസ് ചെയ്ത് പകുതി എടുത്താൽ നിശ്ചല ജലം കിട്ടും, ഇത് മൈനസ് ചെയ്തിട്ട് പകുതി എടുത്താൽ ഒഴുക്കുവെള്ളം കിട്ടും. അപ്പം നിശ്ചല ജലം കാണാൻ അനുകൂലവും എതിരും കൂടെ പ്ലസ് ചെയ്തേ. 12 + 8 എത്ര? 20. 12 + 8 എത്ര? 20. അതിൻ്റെ പകുതി 10. ഇനി ഒഴുക്കുവെള്ളമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? മൈനസ് ചെയ്തിട്ട് പകുതി. 12 - 8 എത്ര? 4. 4ൻ്റെ പകുതി എത്ര? 2. അപ്പം നോക്കി, കറക്റ്റാണെന്ന്. നിശ്ചല ജലത്തിലെ വേഗം കാണാൻ അനുകൂലവും എതിരും കൂടെ പ്ലസ് ചെയ്തിട്ട് പകുതി എടുക്കും. ഒഴുക്കുവെള്ളത്തിൻ്റെ വേഗത കാണാൻ അത് മൈനസ് ചെയ്തിട്ട് പകുതി എടുക്കും. നേരത്തെ നമ്മൾ കണ്ട ചോദ്യങ്ങൾ റിവേഴ്സാണ്. ഓക്കെ, ദെൻ അനുകൂലവും എതിരും തന്നാൽ നിശ്ചലജലം കാണാൻ എന്ത് ചെയ്യും? പ്ലസ് ചെയ്ത് പകുതി. ഒഴുക്കുവെള്ളം കാണാൻ എന്ത് ചെയ്യും? മൈനസ് ചെയ്ത് പകുതി. അപ്പം നിശ്ചലജലം 10, ഒഴുക്കുവെള്ളം 2. നേരത്തെ പഠിച്ചറിയാവോ? ഇതാ തന്നിരുന്നേ. നിശ്ചലജലം 10, ഒഴുക്കുവെള്ളം 2. അപ്പം അനുകൂലം എന്ത്? 10 + 2 12. എതിരെന്ത്? 10 - 2 8. ക്ലിയർ അല്ലേ? നിശ്ചല ജലവും ഒഴുക്കുവെള്ളവും തന്നാൽ അനുകൂലം കാണാൻ പ്ലസ് ചെയ്യും, എതിര് കാണാൻ മൈനസ് ചെയ്യും. ഇവിടെ എന്ത് തന്നു? അനുകൂലവും എതിരും തന്നു. എന്നിട്ട് എന്ത് ചോദിച്ചു? നിശ്ചല ജലം ചോദിച്ചു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പ്ലസ് ചെയ്ത് പകുതി. ഒഴുക്കുവെള്ളം ചോദിച്ചു, നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്തിട്ട് പകുതി. ഓക്കെയാണ്? ശരി. ഒരാൾ ഒഴുക്കിന് അനുകൂലമായി മണിക്കൂറിൽ 16 കിലോമീറ്റർ വേഗത്തിലും ഒഴുക്കിന് എതിരായി മണിക്കൂറിൽ 4 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിച്ചാൽ നിശ്ചല ജലത്തിൽ അയാളുടെ വേഗത. നിശ്ചല ജലം ചോദിക്കുമ്പോൾ പ്ലസ് ചെയ്ത് പകുതി. 16 + 4 20. 20ൻ്റെ പകുതി ആൻസർ 10 km/h. ഉറപ്പല്ലേ? 10 km/h ആണ് വേഗത. അപ്പം നിശ്ചല ജലത്തിലെ വേഗം, ഒഴുക്കുവെള്ളത്തിൻ്റെ വേഗം തരുമ്പോൾ അനുകൂലം പ്ലസ്, എതിര് മൈനസ്. എന്നാൽ അനുകൂലവും എതിരും തന്ന് നിശ്ചല ജലം ചോദിച്ചാൽ എന്ത് ചെയ്യണം? അത് പ്ലസ് ചെയ്ത് പകുതി എടുക്കണം. ഈ ചോദ്യത്തിൽ ഒഴുക്കുവെള്ളം ചോദിച്ചിരുന്നെങ്കിലോ നിങ്ങളിത് മൈനസ് ചെയ്ത് പകുതി എടുക്കും. ഓക്കെ, ചോദ്യം നോക്കൂ. ഒരാൾ ഒഴുക്കിന് അനുകൂലമായി മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗത്തിലും ഒഴുക്കിനെതിരായി മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിച്ചാൽ നിശ്ചല ജലത്തിലെ വേഗം. അനുകൂലമായുള്ള വേഗത 20, എതിരായുള്ള വേഗത 10. ദെൻ 20 + 10 30/2. അപ്പോൾ 30നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പകുതി എടുത്താൽ 15 km/h ആണ് വരുന്നത്. ഈ 15 km/h ആണ് നിശ്ചല ജലത്തിലെ വേഗത. അപ്പോൾ ഒഴുക്കിന് അനുകൂലമായുള്ള വേഗത 20 km/h, ഒഴുക്കിനെതിരായുള്ള വേഗത 10 km/h ആകുമ്പോൾ നിശ്ചല ജലത്തിലെ വേഗത കാണാൻ പ്ലസ് ചെയ്ത് പകുതി എടുത്തു. ഉത്തരം 15. ഓക്കെ, അടുത്ത ചോദ്യം. ഒരാൾ ഒഴുക്കിന് അനുകൂലമായി മണിക്കൂറിൽ 15 കിലോമീറ്റർ വേഗത്തിലും ഒഴുക്കിന് എതിരായി മണിക്കൂറിൽ 5 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിച്ചാൽ ഒഴുക്കുവെള്ളത്തിൻ്റെ വേഗത. ഒഴുക്കിന് അനുകൂലമായുള്ള വേഗത 15, ഒഴുക്കിന് എതിരായുള്ള വേഗത 5, ഒഴുക്കുവെള്ളത്തിൻ്റെ വേഗത. നിശ്ചല ജലമായിരുന്നെങ്കിലോ പ്ലസ് ചെയ്ത് പകുതി, ഒഴുക്കുവെള്ളമാകുമ്പോഴോ മൈനസ് ചെയ്ത് പകുതി. അപ്പോൾ 15 ൽ നിന്ന് 5 കുറച്ചാൽ എന്താ? 10.
10ൻ്റെ പകുതി, ആൻസർ 5 km/h. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത എത്രയേ ഉള്ളൂ? 5 km/h ഉള്ളൂ. നേരത്തെ നമ്മൾ കണ്ടതുപോലെ നിശ്ചല ജലമായിരുന്നെങ്കിലോ 15ഉം 5ഉം കൂടെ പ്ലസ് ചെയ്തു, അപ്പോൾ 20 കിട്ടും. 20ൻ്റെ പകുതി എത്ര കിട്ടും? 10 കിട്ടും. ഓക്കെ, 10ഉം 5ഉം ആണ്. പഠിച്ചല്ലോ. ഇത് മാത്രമാണ് ഇതിലെ കോൺസെപ്റ്റ്. ബാക്കി ക്വസ്റ്റ്യൻ നിങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ കാണാം. ഇതിൽ നിന്ന് മാറ്റിയായിരിക്കും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഒരാൾ ഒഴുക്കിന് അനുകൂലമായി മണിക്കൂറിൽ 16 കിലോമീറ്റർ വേഗത്തിലും ഒഴുക്കിന് എതിരായി മണിക്കൂറിൽ 4 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിക്കുന്നു. ആയാൽ ഒഴുക്കു വെള്ളത്തിൻ്റെ വേഗത എന്ത്? അനുകൂലമായുള്ള വേഗത 16, എതിരായുള്ള വേഗത 4. ഒഴുക്കു വെള്ളം ചോദിക്കുമ്പോൾ ആദ്യം വ്യത്യാസം എടുക്കും. 16ൽ നിന്ന് 4 കുറച്ചാൽ എത്ര കിട്ടി? 12/2. ഉത്തരം എന്താ? 6 km/h ആണ് ഒഴുക്കു വെള്ളത്തിൻ്റെ വേഗത. ക്ലിയർ അല്ലേ? ഒഴുക്കു വെള്ളത്തിൻ്റെ വേഗത 6. നോക്കൂ, ഒരു ചോദ്യം കൂടി. ഒരാൾ ഒഴുക്കിന് അനുകൂലമായി മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗത്തിലും ഒഴുക്കിന് എതിരായി മണിക്കൂറിൽ 12 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിച്ചാൽ ഒഴുക്കു വെള്ളത്തിൻ്റെ വേഗത. ഒഴുക്കു വെള്ളത്തിൻ്റെ വേഗത കാണാൻ ഇതിൻ്റെ വ്യത്യാസം എടുത്തു. 20ൽ നിന്ന് 12 കുറച്ചു, എത്ര കിട്ടി? 8/2. 8/2 എത്ര കിട്ടുന്നു? 4 km/h. ഓക്കെ ആണല്ലോ. ഒഴുക്കിന് അനുകൂലമായുള്ള വേഗത 20, ഒഴുക്കിന് എതിരായുള്ള വേഗത 12. ഒഴുക്കു വെള്ളത്തിൻ്റെ വേഗത എങ്ങനെ കാണും? ഇവയുടെ വ്യത്യാസം എടുത്ത് പകുതി എടുക്കും. 20ൽ നിന്ന് 12 കുറച്ചപ്പോൾ നമുക്ക് 8 കിട്ടി. 8ൻ്റെ പകുതി 2. എന്നാൽ ഒഴുക്കു വെള്ളത്തിൻ്റെ വേഗതയ്ക്ക് പകരം നിശ്ചല ജലത്തിൽ ഇയാളുടെ വേഗതയാണെങ്കിലോ 20നോട് 12 പ്ലസ് ചെയ്തു, 32. അതിൻ്റെ പകുതി 16 എന്നെടുത്തേനെ. ഓക്കെ, ഈ 12 ചോദ്യം നമ്മൾ ചെയ്യാൻ കാരണം ഇതാണ്. ഇത് ചാപ്റ്ററിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. പലർക്കും ഇത് പുതുമയുള്ളൊരു ചാപ്റ്ററാണ്, ചിലർക്ക് ഓക്കെയാണ്. ദെൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ് തരിക? നിശ്ചല ജലത്തിലെ വേഗം തരുന്നു, ഒഴുക്കു വെള്ളത്തിൻ്റെ വേഗം തരുന്നു, അനുകൂലമായുള്ള വേഗത ചോദിച്ചാൽ പ്ലസ് ചെയ്യും, എതിരായുള്ള വേഗത ചോദിച്ചാൽ മൈനസ് ചെയ്യും. അനുകൂലവും എതിരും തന്ന് നിശ്ചല ജലം ചോദിച്ചാൽ പ്ലസ് ചെയ്ത് പകുതി എടുക്കും, ഒഴുക്കു വെള്ളം ചോദിച്ചാൽ മൈനസ് ചെയ്ത് പകുതി എടുക്കും. ഓക്കെ, ചോദ്യം നമ്പർ 13. അടുത്തത്. ഒരാൾ ഒഴുക്കിന് അനുകൂലമായി മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗത്തിലും ഒഴുക്കു വെള്ളത്തിൻ്റെ വേഗത 3 കിലോമീറ്ററും ആണെങ്കിൽ ഒഴുക്കിന് എതിരായി അയാളുടെ വേഗത എന്ത്? അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ നേരത്തെ നമ്മൾ പഠിച്ച ബേസിക് കോൺസെപ്റ്റാണ്. അതിൽ നിന്ന് മാറ്റി ചോദിക്കും. 2 പേരാറ്റാ തരേണ്ടത്, പക്ഷെ നല്ല ചോദ്യമാകുമ്പോൾ എന്ത് ചെയ്യും? അത് മാറ്റും. ഇവിടെ നോക്കിയേ, ഓരോ പേരിൽ നിന്ന് ഓരോന്നെടുത്തേക്കുന്നു. ഒരാൾ ഒഴുക്കിന് അനുകൂലമായുള്ള വേഗത തന്നിട്ടുണ്ട്. എന്താണ് ഈ ഒഴുക്കിന് അനുകൂലമായുള്ള വേഗത? 10. അടുത്തെന്താണ്? ഒഴുക്കു വെള്ളത്തിൻ്റെ വേഗത. ഒഴുക്കു വെള്ളത്തിൻ്റെ വേഗത അതെത്ര? 3. ചോദ്യം, ഒഴുക്കിന് എതിരായുള്ള വേഗതയാണ് കാണേണ്ടത്. സാധാരണ അനുകൂലവും എതിരും ഒരുമിച്ച് തരും, നിശ്ചല ജലവും ഒഴുക്കു വെള്ളവും ഒരുമിച്ച് തരും. പരസ്പരം കാണാൻ നമ്മൾ പഠിച്ചു. ഇവിടെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ നല്ലതാക്കി. അപ്പോൾ എന്താണ്? മികച്ച ക്വസ്റ്റ്യൻ വരുമ്പോൾ രീതി അല്പം കൂടെ മാറ്റിയിട്ടുണ്ട്. എന്താണ്? 1 അനുകൂലമായുള്ള വേഗത 10 എന്ന് തന്നിട്ടുണ്ട്. 2 ഒഴുക്കു വെള്ളത്തിൻ്റെ വേഗത എന്തെന്ന് തന്നിട്ടുണ്ട്? 3 എന്ന് തന്നിട്ടുണ്ട്. അടുത്ത് ഒഴുക്കിന് എതിരായുള്ള വേഗതയാണ് കാണേണ്ടത്. എന്താണ് ഈ അനുകൂലം? നിശ്ചല ജലത്തിലെ വേഗം അത് എ നമ്മളെടുത്താൽ ഒഴുക്കു വെള്ളത്തിൻ്റെ വേഗം ബി എന്നെടുത്തു. ഇത് പ്ലസ് ചെയ്തല്ലേ 10. എ ആര്? നിശ്ചല ജലത്തിൻ്റെ വേഗം. ബി ആര്? ഒഴുക്കു വെള്ളത്തിൻ്റെ വേഗം. ഇത് പ്ലസ് ചെയ്തപ്പോൾ എത്ര? 10. ഇതിൽ ആരുടെ തന്നിട്ടുണ്ട്? ഒഴുക്കു വെള്ളത്തിൻ്റെ വേഗത തന്നിട്ടുണ്ട്. അപ്പം നിശ്ചല ജലത്തിൻ്റെ വേഗം എ പ്ലസ് ഒഴുക്കു വെള്ളം 3 = 10. ഇതിൽ നിന്ന് നിശ്ചല ജലം കണ്ടൂടെ? എ കാണാം. 10 - 3 എത്ര കിട്ടി? 7. അപ്പോൾ എ എന്ന് പറയുന്നത് നിശ്ചല ജലത്തിലെ വേഗം 7ഉം ബി എന്ന് പറയുന്നത് ഒഴുക്കു വെള്ളത്തിൻ്റെ വേഗം 3ഉമായാൽ നിശ്ചല ജലത്തിലെ വേഗം ഒഴുക്കു വെള്ളത്തിൻ്റെ വേഗം തന്നാൽ ഒഴുക്കിനെതിരായുള്ള വേഗത കാണാൻ എ - ബി അല്ലേ? അപ്പോൾ 7 - 3 ഉത്തരം 4. ഓക്കെ, ഇപ്പം ഞാനിതിൻ്റെ എക്സ്പ്ലനേഷനാണ് എഴുതിയത്.
മനസ്സിലായല്ലോ? അനുകൂലം എന്ന് പറഞ്ഞാൽ നിശ്ചലജലം പ്ലസ് ഒഴുക്കുവെള്ളം. നിശ്ചലജലവും ഒഴുക്കുവെള്ളവും കൂടെ പ്ലസ് ചെയ്തപ്പോൾ 10. അതിൽ ഒഴുക്കുവെള്ളം 3 ആണെങ്കിൽ 10ൽ നിന്ന് 3 പോയാൽ ബാക്കി 7 ആണ് നിശ്ചലജലത്തിലെ വേഗം. അപ്പോൾ നമുക്ക് നിശ്ചലജലത്തിലെ വേഗം 7 എന്നും ഒഴുക്കുവെള്ളത്തിൻ്റെ വേഗം 3 എന്നും കിട്ടി. ഇനി അനുകൂലം കാണാൻ പ്ലസ് ചെയ്യണം, അപ്പോൾ എതിര് കാണാൻ മൈനസ് ചെയ്യണം. 7 - 3 4. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് സ്റ്റെപ്പ്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഓക്കെ, ഒരാൾ ഒഴുക്കിന് അനുകൂലമായുള്ള വേഗത 10. അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? ഒഴുക്കിന് അനുകൂലമായ വേഗത. അനുകൂലമായ വേഗത 10. ഇനി എന്ത് തന്നിട്ടുണ്ട്? ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത എത്രയും തന്നിട്ടുണ്ട്? 3. ചോദ്യം, ഒഴുക്കിന് എതിരായുള്ള വേഗത നമ്മൾ നേരത്തെ കണ്ടു. എങ്കിലും ഇതിൻ്റെ എളുപ്പ വഴി നോക്കണേ. അനുകൂലവും ഒഴുക്കുവെള്ളവും തന്ന്, അനുകൂലവും ഒഴുക്കുവെള്ളം തന്നിട്ട് എതിര് ചോദിക്കുമ്പോൾ, അനുകൂലവും ഒഴുക്കുവെള്ളവും തന്ന് എതിര് ചോദിക്കുമ്പോഴുള്ള എളുപ്പ വഴി ഒഴുക്കുവെള്ളത്തിൻ്റെ വേഗതയുടെ ഇരട്ടി അനുകൂലത്തിൽ നിന്ന് കുറയ്ക്കണം. എന്താണ്? ഒഴുക്കുവെള്ളത്തിൻ്റെ വേഗതയുടെ ഇരട്ടി അനുകൂലത്തിൽ നിന്ന് കുറയ്ക്കുക. അപ്പം നോക്കിയേ, 10 അനുകൂലം, മൈനസ് 3ൻ്റെ ഇരട്ടി 6. ഉത്തരം 4. ഒക്കെയാണ്. ഒഴുക്കിന് അനുകൂലം തരുന്നു, ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത തരുന്നു, ഒഴുക്കിനെതിരായുള്ള വേഗത ചോദിക്കുമ്പോൾ എളുപ്പവഴി എന്താണ്? ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത്തിൻ്റെ ഇരട്ടി അനുകൂലത്തിൽ നിന്ന് കുറച്ചാൽ മതി. ഒക്കെയാണ്. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത്തിൻ്റെ ഇരട്ടി അനുകൂലത്തിൽ നിന്ന് കുറച്ചാൽ മതി. നേരത്തെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കണ്ടു. രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് 10, 1 3 ആകുമ്പോൾ മറ്റൊന്ന് 7, 7 3 കിട്ടി. അനുകൂലം പ്ലസ് ആണെങ്കിൽ എതിര് മൈനസ്. ഇവിടുത്തെ പരിപാടി എന്താ? അനുകൂലവും ഒഴുക്കുവെള്ളവും തരുന്നു, എതിര് കാണാൻ പറഞ്ഞാലോ ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത്തിൻ്റെ ഇരട്ടി അങ്ങ് അനുകൂലത്തിൽ നിന്ന് കുറയ്ക്കുക. ഓക്കെ അല്ലേ? നോക്കിയേ, ഒരാൾ ഒഴുക്കിന് അനുകൂലമായി 20 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത 4 ആണ് എങ്കിൽ ഒഴുക്കിനെതിരായി അയാളുടെ വേഗത. അപ്പോൾ അനുകൂലമായുള്ള വേഗത തന്നു, ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത തന്നു. കാണേണ്ടത് എന്താണ്? എതിരായുള്ള വേഗത. എന്താ നമ്മൾ പഠിച്ച വേഗത? ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത്തിൻ്റെ ഇരട്ടി എടുത്ത് അനുകൂലത്തിൽ നിന്ന് കുറയ്ക്കുക. 4ൻ്റെ ഇരട്ടി എത്ര? 8. 20ൽ നിന്ന് 8 കുറച്ചാൽ എത്ര? 12 km/h. ഉറപ്പല്ലേ? അപ്പോൾ ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത എന്താണോ അതിൻ്റെ ഇരട്ടി അനുകൂലത്തിൽ നിന്ന് കുറച്ചാൽ നമുക്ക് എതിരായുള്ള വേഗത കിട്ടും. 4ൻ്റെ ഇരട്ടി 8 ആണ്. 20 - 8 12 km/h. ഓക്കെ അല്ലേ? നോക്കൂ, ഒരാൾ ഒഴുക്കിന് അനുകൂലമായി സഞ്ചരിക്കുന്ന വേഗത മണിക്കൂറിൽ 25 കിലോമീറ്റർ. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത മണിക്കൂറിൽ 5. ചോദ്യം, ഒഴുക്കിനെതിരായുള്ള വേഗത. അനുകൂലമായുള്ള വേഗത 25 തരുന്നു, ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത 5 തരുന്നു. എതിര് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത്തിൻ്റെ ഇരട്ടി അനുകൂലത്തിൽ നിന്ന് കുറയ്ക്കുക. 5ൻ്റെ ഇരട്ടി എന്താ? 10. 25ൽ നിന്ന് 10 കുറച്ചാൽ ആൻസർ 15 km/h. ഓക്കെയാണ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അനുകൂലം തരുന്നു, ഒഴുക്ക് വെള്ളം തരുന്നു. എതിര് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഇരട്ടി അങ്ങ് മൈനസ് ചെയ്യണം. ഏതിൻ്റെ ഇരട്ടി? ഒഴുക്ക് വെള്ളത്തിൻ്റെ ഇരട്ടി അനുകൂലത്തിൽ നിന്ന് മൈനസ് ചെയ്യണം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരാൾ ഒഴുക്കിന് അനുകൂലമായി 40 കിലോമീറ്റർ 5 മണിക്കൂർ കൊണ്ട്. ഒഴുക്കിന് അനുകൂലമായി 40 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. സഞ്ചരിക്കാനെടുക്കുന്ന സമയം 5 മണിക്കൂർ. ഒഴുക്കിന് എതിരായി സഞ്ചരിക്കുന്നത് 18 കിലോമീറ്റർ ആണ്. ഈ 18 കിലോമീറ്റർ സഞ്ചരിക്കാനെടുക്കുന്ന സമയം 3 മണിക്കൂറാണ്. എങ്കിൽ ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത എന്ത് എന്നതാണ് ചോദ്യം. ഒഴുക്കിന് അനുകൂലമായി 40 കിലോമീറ്റർ 5 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നു. കഴിഞ്ഞ ചോദ്യത്തിൽ നിന്ന് ഇതിലെ വ്യത്യാസം, ഇവിടെ മണിക്കൂറിലെ വേഗത അല്ല തരുന്നത്. 5 മണിക്കൂർ കൊണ്ട് 40 കിലോമീറ്റർ സഞ്ചരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് മണിക്കൂറിലെ വേഗത കണ്ടെത്തണം. ഒരാൾ 5 മണിക്കൂർ കൊണ്ട് 40 കിലോമീറ്റർ സഞ്ചരിക്കുമെങ്കിൽ അയാളുടെ മണിക്കൂറിലെ വേഗത എങ്ങനെയാണ് കാണുക? 40/5. ശരിയല്ലേ? 40/5 എത്ര കിട്ടും? 8 km/h ആണ് അയാളുടെ ഒഴുക്കിന് അനുകൂലമായുള്ള വേഗത. ക്ലിയർ ആണ്. ഇനി ഒരാൾ ഒഴുക്കിന് എതിരായി 18 കിലോമീറ്റർ 3 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നു. അപ്പം 3 മണിക്കൂർ കൊണ്ട് ഒരാൾ 18 കിലോമീറ്റർ സഞ്ചരിച്ചാൽ 1 മണിക്കൂർ കൊണ്ട് അയാൾ സഞ്ചരിക്കുന്ന ദൂരം
18/3 എത്രയാണ്? 6 km/h. ഇപ്പം നമുക്ക് മണിക്കൂറിലെ വേഗത കിട്ടിയില്ലേ? 40 കിലോമീറ്റർ ദൂരം ഒരാൾ 5 മണിക്കൂറുകൾ കൊണ്ട് സഞ്ചരിക്കുമെങ്കിൽ 1 മണിക്കൂറിൽ അയാൾ സഞ്ചരിക്കുന്ന ദൂരം 40/5 8 km/h. 18 കിലോമീറ്റർ ദൂരം ഒരാൾ 3 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുമെങ്കിൽ 1 മണിക്കൂറിൽ അയാൾ സഞ്ചരിക്കുന്ന ദൂരം 18/3 6 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് ആരെയൊക്കെ കിട്ടി? അനുകൂലമായുള്ള വേഗത 8, എതിരായുള്ള വേഗത 6 ആണെങ്കിൽ കാണേണ്ടത് എന്ത്? എങ്കിൽ ഒഴുക്കുവെള്ളത്തിൻ്റെ വേഗത എന്ത്? എങ്ങനെയാണ് ഒഴുക്കുവെള്ളത്തിൻ്റെ വേഗത കാണുക? ഇതിൻ്റെ വ്യത്യാസം ബൈ 2. ഒഴുക്കുവെള്ളത്തിൻ്റെ വേഗത കാണാൻ എന്ത് ചെയ്യണം? വ്യത്യാസം ബൈ 2. അപ്പോൾ 8ൽ നിന്ന് 6 കുറച്ചാൽ എത്ര? 2. 2/2 1 km/h ആണ് ഒഴുക്കുവെള്ളത്തിൻ്റെ വേഗത. എന്നാൽ നിശ്ചല ജലത്തിലെ വേഗതയാണ് ചോദിച്ചിരുന്നതെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇത് പ്ലസ് ചെയ്ത് പകുതി എടുക്കുമായിരുന്നു. 8 + 6 14/2 7 എന്ന് കിട്ടും. ശരിയല്ലേ? എന്നിട്ട് ഈ 7 ഒന്നും കൂടെ കൂട്ടുമ്പോഴായിട്ട് 7ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 6. ക്വസ്റ്റ്യൻ അങ്ങോട്ട് പോകും തോറും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ആദ്യത്തെ കോൺസെപ്റ്റാണ് ഇമ്പോർട്ടൻറ്റ്. നിശ്ചല ജലം തരുന്നു, ഒഴുക്കുവെള്ളം തരുന്നു. പ്ലസ് ചെയ്താൽ അനുകൂലം, മൈനസ് ചെയ്താൽ എതിര്. അനുകൂലവും എതിരും തരുന്നു. എന്ത് ചെയ്യണം? പ്ലസ് ചെയ്തിട്ട് പകുതി എടുത്താൽ നിശ്ചല ജലം, മൈനസ് ചെയ്തിട്ട് പകുതി എടുത്താൽ ഒഴുക്കുവെള്ളം. ഓക്കെയാണ്. എന്നാൽ ഈ ചോദ്യം ക്ലിയർ ആണ്. 40 കിലോമീറ്റർ 5 മണിക്കൂർ കൊണ്ട് മണിക്കൂറിലെ വേഗത കണ്ടു. 18 കിലോമീറ്റർ 3 മണിക്കൂർ കൊണ്ട് മണിക്കൂറിലെ വേഗത കണ്ടു. ഇവിടെ ഒഴുക്കുവെള്ളം ആയതിനാൽ മൈനസ് ചെയ്തിട്ട് പകുതി എടുത്തു. ഓക്കെ അല്ലേ? ഇതാ ഇവിടെ നോക്കിയേ, ഒരിക്കൽ കൂടെ നോക്കണേ. 40 കിലോമീറ്റർ ദൂരം 5 മണിക്കൂർ കൊണ്ട്, അങ്ങനെയാണെങ്കിൽ മണിക്കൂറിലെ വേഗത 40/5 8 km/h അനുകൂലം. എതിരായി 18 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ കൊണ്ട്, അങ്ങനെയാണെങ്കിൽ 18/3 6 km/h ആണ് എതിരായുള്ള വേഗത. അനുകൂലമായുള്ള വേഗത 8, എതിരായുള്ള വേഗത 6. ഒഴുക്കുവെള്ളത്തിൻ്റെ വേഗത കാണാൻ ഇവയുടെ വ്യത്യാസം 8 - 6 2, അതിൻ്റെ പകുതി 2/2 1 km/h. ഓക്കെ, നോക്കൂ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരാൾ ഒഴുക്കിനനുകൂലമായി 60 കിലോമീറ്റർ 5 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നു. അപ്പോൾ 5 മണിക്കൂർ കൊണ്ട് 60 കിലോമീറ്റർ എങ്കിൽ മണിക്കൂറിൽ 60/5 12 km/h. ഒരാൾ ഒഴുക്കിനെതിരായി 30 കിലോമീറ്റർ 6 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നു. അപ്പോൾ 30 കിലോമീറ്റർ 6 മണിക്കൂർ കൊണ്ടെങ്കിൽ 30/6 5 km/h ആണ് മണിക്കൂറിന്. അപ്പോൾ അനുകൂലമായുള്ള വേഗത 12 km/h, എതിരായുള്ള വേഗത 5 km/h. ചോദ്യം ഒഴുക്കുവെള്ളത്തിൻ്റെ വേഗത എങ്ങനെയാണ് കാണുക? ഇതിൻ്റെ വ്യത്യാസം എടുത്തിട്ട് പകുതി എടുക്കും അല്ലേ? 12ൽ നിന്ന് 5 കുറച്ചു, 12 - 5 7. 7/2 ആൻസർ 3.5 km/h. ഓക്കെയാണ്, ശരി. അടുത്തത്, ഒരാൾ ഒഴുക്കിന് അനുകൂലമായി 50 കിലോമീറ്റർ 5 മണിക്കൂർ കൊണ്ട് 50 കിലോമീറ്റർ 5 മണിക്കൂർ കൊണ്ടെങ്കിൽ 50/5 10 km/h ആണ് അനുകൂലമായുള്ള വേഗത. ഒഴുക്കിന് എതിരായി 20 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ട്, അപ്പോൾ 20/4 അയാളുടെ വേഗത എത്ര? 5 km/h. ക്ലിയർ അല്ലേ? ഒഴുക്കിന് അനുകൂലമായി 50 കിലോമീറ്റർ 5 മണിക്കൂർ ആകുമ്പോൾ 50/5 10 km/h. ഒഴുക്കിനെതിരായി 20 കിലോമീറ്റർ 4 മണിക്കൂർ എന്ന് പറയുമ്പോൾ 20/4 5 km/h ആണ്. ഇനി ഒഴുക്കുവെള്ളത്തിൻ്റെ വേഗത കാണാൻ ഇതിൻ്റെ വ്യത്യാസം എടുത്ത് പകുതി എടുക്കുകയല്ലേ? 10ൽ നിന്ന് 5 കുറച്ചു, 10 - 5 എത്ര? 5. 5ൻ്റെ പകുതി എത്ര കിട്ടും? 2.5 km/h. ഓക്കെ അല്ലേ? ഒഴുക്കുവെള്ളം ആയതുകൊണ്ടാണ് നമ്മളിതിൻ്റെ വ്യത്യാസം എടുത്ത് പകുതി എടുക്കുന്നത്. പകരം നിശ്ചല ജലത്തിൽ വേഗത എത്രയെന്ന് ചോദിച്ചെങ്കിലോ നമ്മൾ ഈ 10ഉം 5ഉം കൂടെ പ്ലസ് ചെയ്ത് 15ൻ്റെ പകുതി 7.5 എന്ന് എഴുതിയേനെ. ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നിശ്ചല ജലത്തിൽ മണിക്കൂറിൽ 6 കിലോമീറ്റർ വേഗത്തിൽ നീന്താൻ കഴിവുള്ള ഒരാൾ ഒഴുക്കുള്ള ഒരു പുഴയിൽ നീന്തിയപ്പോൾ ഒഴുക്കിന് എതിരായി നീന്തുന്നതിൻ്റെ ഇരട്ടി വേഗത്തിൽ ഒഴുക്കിനനുകൂലമായി നീന്താൻ കഴിഞ്ഞു എങ്കിൽ ഒഴുക്കിൻ്റെ വേഗത എന്ത്? PSC ചോദിച്ച ചോദ്യം. നിശ്ചല ജലത്തിൽ മണിക്കൂറിൽ 6 കിലോമീറ്റർ വേഗത്തിൽ നീന്താൻ കഴിയുന്ന ഒരാൾ ഒഴുക്കുള്ള ഒരു പുഴയിൽ നീന്തിയപ്പോൾ ഒഴുക്കിന് എതിരായി നീന്തുന്നതിൻ്റെ ഇരട്ടി വേഗത്തിൽ
ഒഴുക്കിന് അനുകൂലമായി നീന്തി. ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഒഴുക്കിന് എതിരായി നീന്തുന്ന വേഗത്തിൻ്റെ ഇരട്ടി വേഗത്തിൽ അനുകൂലമായി നീന്തി. ശരിയല്ലേ? ഈ എതിരെന്ന് പറയുമ്പോൾ വേഗത കുറവായിരിക്കും, അനുകൂലം എന്ന് പറയുമ്പോൾ വേഗത കൂടുതലായിരിക്കും. സാധാരണ ഇതിന് 4 ഓപ്ഷനൊക്കെ കാണും. പലപ്പോഴും ഓപ്ഷൻ ബേസ് ചെയ്ത് ചെയ്യാനാണ് ഇത്തരം ചോദ്യങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് വരിക. ഓപ്ഷൻ ബേസ് ചെയ്ത് എന്ന് ഞാൻ എളുപ്പം വഴി പറഞ്ഞുതരാം. നിങ്ങളുടെ അടുത്ത് ഇരട്ടിയാണ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. ഇരട്ടി എന്ന വാക്ക് കണ്ടു. ഒഴുക്കിന് എതിരായി നീന്തുന്നതിൻ്റെ ഇരട്ടി വേഗത്തിൽ അനുകൂലമായി നീന്തി എങ്കിൽ ഒഴുക്കു വെള്ളത്തിൻ്റെ വേഗത എന്ത്? നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഡേറ്റ, ഒരു ഡേറ്റ ഇവിടെ തരും. ആര് തന്നു? 6. നിശ്ചല ജലത്തിലെ വേഗം 6 അല്ലേ? ഓക്കെ, എന്താണോ തരുന്നത് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6/3 എത്ര കിട്ടി? 2 km/h. അപ്പോൾ ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത എത്ര കിട്ടി? 2. എങ്ങനെയാണ്? ഇരട്ടി തരയാണെങ്കിൽ എന്താണ് മെത്തേഡ്? നിശ്ചല ജലത്തിലെ വേഗം /3. ഇരട്ടിയാണെങ്കിൽ കണ്ടീഷൻ എന്താണ്? നിശ്ചല ജലത്തിലെ വേഗം /3. പഠിച്ചോളണേ. ഇരട്ടിയാണ് തരയാണെങ്കിൽ നിശ്ചല ജലത്തിലെ വേഗം /3. നിശ്ചല ജലത്തിലെ വേഗം 6 ആണ്. 6/3 2. ഇനി ശരിയാണോ നോക്കി. നിശ്ചല ജലത്തിലെ വേഗം 6 ആണ്. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗം 2 ആണ്. ഒഴുക്കിന് അനുകൂലമായ വേഗം 6 + 2 8 ആണ്. ഒഴുക്കിനെതിരായുള്ള വേഗത 6 - 2 4 ആണ്. 4ൻ്റെ ഇരട്ടിയല്ലേ 8? പിടികിട്ടി. അപ്പോൾ ഇത് ഓപ്ഷൻ ബേസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ ടൈം എടുക്കും. പകരം ഈ കണ്ടീഷൻ പഠിക്കുക. ഇത് മറന്നാൽ മാത്രം ഓപ്ഷനിലേക്ക് പോവുക. അപ്പം നിശ്ചല ജലത്തിൽ മണിക്കൂറിൽ 6 കിലോമീറ്റർ വേഗത്തിൽ നീന്താൻ കഴിയുന്ന ഒരാൾ ഒഴുക്കുള്ള ഒരു പുഴയിൽ നീന്തിയപ്പോൾ ഒഴുക്കിനെതിരായി നീന്തുന്നതിൻ്റെ ഇരട്ടി വേഗത്തിൽ ഒഴുക്കിന് അനുകൂലമായി നീന്താൻ സാധിച്ചു എങ്കിൽ ഒഴുക്കിൻ്റെ വേഗത എന്ത്? ഇരട്ടി എന്ന വാക്ക് തന്നാൽ നിശ്ചല ജലത്തിലെ വേഗം /3. ഇരട്ടി എന്ന വാക്ക് തന്നാൽ നിശ്ചല ജലത്തിലെ വേഗം /3. പഠിച്ചല്ലോ? യെസ്. അടുത്ത ചോദ്യം. നിശ്ചല ജലത്തിൽ മണിക്കൂറിൽ 15 കിലോമീറ്റർ വേഗത്തിൽ നീന്താൻ കഴിയുന്ന ഒരാൾ ഒഴുക്കുള്ള ഒരു പുഴയിൽ നീന്തിയപ്പോൾ ഒഴുക്കിനെതിരായി നീന്തുന്നതിൻ്റെ ഇരട്ടി വേഗത്തിൽ ഒഴുക്കിന് അനുകൂലമായി നീന്താൻ സാധിച്ചു. ഇരട്ടി എന്ന് വന്നാൽ നമ്മൾ പഠിച്ചത് നിശ്ചല ജലത്തിലെ വേഗം /3. നിശ്ചല ജലത്തിലെ വേഗം ക്വസ്റ്റ്യനിൽ തന്നു 15. 15/3 5 km/h ആണ് ഒഴുക്കു വെള്ളത്തിൻ്റെ വേഗം. കറക്റ്റ് അല്ലേ? നിശ്ചല ജലത്തിലെ വേഗം 15, ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗം 5. അനുകൂലം ചോദിച്ചാൽ 15 + 5 20. എതിര് ചോദിച്ചാൽ 15 - 5 10. 10ൻ്റെ ഇരട്ടിയായി 20. ഓക്കെ, നമുക്കത് വേണ്ട. എന്താണ്? നിശ്ചല ജലത്തിലെ വേഗം /3 എഴുതാതെ ചെയ്യാം. നോക്കൂ, നിശ്ചല ജലത്തിൽ മണിക്കൂറിൽ 12 കിലോമീറ്റർ വേഗത്തിൽ നീന്താൻ കഴിയുന്ന ഒരാൾ ഒഴുക്കുള്ള ഒരു പുഴയിൽ നീന്തിയപ്പോൾ ഒഴുക്കിനെതിരായി നീന്തുന്നതിൻ്റെ ഇരട്ടി വേഗത്തിൽ ഒഴുക്കിന് അനുകൂലമായി നീന്തി. ഇരട്ടി വന്നാൽ എന്താ കണ്ടീഷൻ? നിശ്ചല ജലത്തിലെ വേഗം /3. നിശ്ചല ജലത്തിലെ വേഗം 12. 12/3 ഉത്തരം 4 km/h. പഠിച്ചല്ലോ? അപ്പോൾ ഇരട്ടി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇരട്ടി വരെയാണെങ്കിൽ എന്താണ് മെത്തേഡ്? നിശ്ചല ജലത്തിൻ്റെ വേഗം /3. മറന്നുപോയാൽ നമുക്ക് ഓപ്ഷൻ വെച്ച് ചെയ്യാം. കാരണം എന്താ ഓപ്ഷൻ വെച്ച് എന്താണ്? 12 4 കൂടെ കൂട്ടി 16. 12 + 4 16. 12 - 4 8. 8ൻ്റെ ഇരട്ടിയാണ് 16. പിടിട്ടി. അടുത്തത് മോഡൽ. നിശ്ചല ജലത്തിൽ മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗത്തിൽ നീന്താൻ കഴിയുന്ന ഒരാൾ ഒഴുക്കുള്ള ഒരു പുഴയിൽ നീന്തിയപ്പോൾ ഒഴുക്കിനെതിരായി നീന്തുന്നതിൻ്റെ 3 ഇരട്ടി വേഗത്തിൽ. ഇവിടെ ഇരട്ടിയല്ല, എന്താണ് വേഗത? 3 ഇരട്ടിയാണ് വേഗത. ഇരട്ടിയാണെങ്കിൽ നമ്മൾ പഠിച്ചത് നിശ്ചല ജലത്തിലെ വേഗം /3 ആണ്. ഇരട്ടിക്ക് എന്താ പഠിച്ചേ? നിശ്ചല ജലത്തിലെ വേഗം /3. എന്നാൽ 3 ഇരട്ടി തരുമ്പോൾ തിരിച്ചു വരും. ഇരട്ടി ചോദിച്ചപ്പോൾ /3 ആണെങ്കിൽ 3 ഇരട്ടി ചോദിച്ചപ്പോൾ /2 ആണ്. അപ്പം നിശ്ചല ജലത്തിലെ വേഗം /2. പരസ്പരം മാറി പഠിക്കരുത്, ഒരുമിച്ച് പഠിക്കണം. ഇരട്ടി ചോദിച്ചാൽ നിശ്ചല ജലം /3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം 3 ഇരട്ടി ചോദിച്ചാൽ തിരിച്ചിടണം. നിശ്ചല ജലം /2. ഇവിടെ നിശ്ചല ജലത്തിലെ വേഗത എത്ര? 10. 10/2 ഉത്തരം 5 km/h. ഇനി ഇത് ശരിയാണോ നോക്കി. അനുകൂലമായുള്ള വേഗത 10ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 15. എതിരായുള്ള വേഗത 10 - 5 5. 5ൻ്റെ 3 ഇരട്ടിയല്ലേ 15. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കേണ്ടതാണ്. ഇരട്ടി എന്ന് തന്നാൽ നിശ്ചല ജലത്തിലെ വേഗം /3. 3 ഇരട്ടി എന്ന് തന്നാൽ നിശ്ചല ജലത്തിലെ വേഗം /2. ഇവിടെ 3 ഇരട്ടി ആവുമ്പോൾ നിശ്ചല ജലത്തിലെ വേഗമായ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 10/2 5.
ഓക്കെ, നിശ്ചല ജലത്തിൽ മണിക്കൂറിൽ 16 കിലോമീറ്റർ വേഗത്തിൽ നീന്താൻ കഴിയുന്ന ഒരാൾ ഒഴുക്കുള്ള ഒരു പുഴയിൽ നീന്തിയപ്പോൾ ഒഴുക്കിന് എതിരായി നീന്തിയതിൻ്റെ 3 ഇരട്ടി വേഗത്തിൽ ഒഴുക്കിന് അനുകൂലമായി നീന്തി. അപ്പം 3 ഇരട്ടി എന്ന് വന്നാൽ എങ്ങനെയാ ചെയ്യുക? നിശ്ചല ജലത്തിലെ വേഗം /2, 16/2, ആൻസർ 8 km/h. 3 ഇരട്ടിക്ക് പകരം ഇരട്ടിയാണ് വന്നിരുന്നെങ്കിലോ നിശ്ചല ജലം /3. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഉത്തരം ക്ലിയർ അല്ലേ? 3 ഇരട്ടി ആയതുകൊണ്ട് /2, ഉത്തരം 8 km/h. എഴുതി ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, ഒരു ചോദ്യം കൂടെ നോക്കാം. നിശ്ചല ജലത്തിൽ മണിക്കൂറിൽ 8 കിലോമീറ്റർ വേഗത്തിൽ നീന്താൻ കഴിയുന്ന ഒരാൾ ഒഴുക്കുള്ള ഒരു പുഴയിൽ നീന്തിയപ്പോൾ ഒഴുക്കിനെതിരായി നീന്തിയതിൻ്റെ 3 ഇരട്ടി വേഗത്തിൽ ഒഴുക്കിന് അനുകൂലമായി നീന്താൻ സാധിച്ചുവെങ്കിൽ ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത എന്ത്? 3 ഇരട്ടി എന്ന് വരുന്നത് കൊണ്ട് നിശ്ചല ജലത്തിലെ വേഗം ഇവിടെ 8/2, ഉത്തരം 4 km/h. 4 km/h. അപ്പോൾ ഇവിടെ നമ്മൾ 2 കോൺസെപ്റ്റാണ് പഠിച്ചത്. ഒരു കണ്ടീഷൻ പറയാണ്, ഒഴുക്കിന് അനുകൂലമായി നീന്തുന്നത് ഒഴുക്കിനെതിരായി നീന്തുന്നതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ നിശ്ചല ജലത്തിൻ്റെ വേഗം /3, 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ നിശ്ചല ജലത്തിലെ വേഗം /2 ആയിരിക്കും.